ആദ്യം നിങ്ങളിത് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു അപേക്ഷയുണ്ട്, നിങ്ങളിതിൽ പെട്ടുപോകരുത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ച പരിപാടിയല്ല, ഒരു കല്യാണ വീടാണ്. അത് തന്നെ പുതിയാപ്പിള പുതിയ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആഭാസങ്ങൾ, പേക്കൂത്തുകൾ, വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ, ചെറുപ്പക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. പടക്കം, ഡാൻസ്, കൂക്കിവിളി, എന്തൊക്കെയാണ് അതിൽ ഇങ്ങനെ പൊടിപടലങ്ങളിൽ പാറുകയാണ്. പടക്കം പൊട്ടിച്ചിട്ട് പുക ഇങ്ങനെ ഉയരുക, ശ്വാസം മുട്ടുന്ന പ്രായമുള്ളവരുണ്ടാകും, ചെറിയ ചെറിയ മക്കളുണ്ടാകും. എന്തെല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടും സഹിച്ചിട്ടായിരിക്കും അവിടെയൊക്കെ ചില ആളുകൾ കല്യാണത്തിന് വന്നിട്ടുണ്ടാകുക. അതിൻ്റെ പുറമെ സഹിക്കെട്ട് ഇവരുടെ ഈ പരിപാടിയും അള്ള പൊറുക്കപ്പെടുമോ, അള്ള മാപ്പ് തരുമോ? പ്രിയപ്പെട്ടവൻ, ഞാൻ ആലോചിക്കുക. ഇവിടെയാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഖുർആൻ ചോദിച്ച പോലെ ഒരു റഷീദായ, ഒരു വിവേകമുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾക്ക് എന്ത് ചോദിച്ചുകൂടെ? എന്തേ അങ്ങനത്തെ വരണം മതി, അങ്ങനത്തെ ഒരു പുതിയാപ്പിള മതി നമ്മുടെ പുതിയ പെണ്ണിന്? ഇതൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. നമുക്കൊരു നെഞ്ചുവേദന വന്നാൽ, കാലുവേദന വന്നാൽ, ഒരു വേദന വന്നാൽ തീർന്നില്ലേ നാം എന്തിൻ്റെ ഇങ്ങനെ കളിക്കും? ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? നമുക്കെപ്പോഴും ചോദിക്കുന്നത് അങ്ങനെയല്ലേ? ഇതാരാണ് പഠിപ്പിച്ചത്? ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അള്ളാഹു നമുക്കൊക്കെ പുറത്തിട്ട് മക്കളെ മാറി ചിന്തിക്കുക. ഇതൊന്നുമല്ല കല്യാണം.